ശ്രീ ചാണ്ടി ഉമ്മൻ. സർ, ക്യാൻസറിനെ നേരിടുവാൻ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഈ അവസരത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അത് ഖോപ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുമായി ചേർന്ന ഒരു ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി 300 കോടി ചെലവാക്കിയാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലാണ്. ക്യാൻസർ നേരിടുവാൻ ആയുർവേദത്തെ കൂടെ ചേർത്തുള്ള ഒരു അപ്രോച്ചാണ് അതിനകത്തുള്ളത്. സർക്കാർ അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ആയുർവേദത്തെ ബേസ് ചെയ്തും അതുപോലെ മറ്റുള്ള ഇന്ത്യൻ സിസ്റ്റത്തെ കൂടി ഉൾപ്പെടുത്തിയും മോഡേൺ സിസ്റ്റത്തെ ഉൾപ്പെടുത്തിക്കൂടും. സർ, അത്തരത്തിലുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് മലബാർ ക്യാൻസർ സെൻ്റർ ആയിരിക്കും സാർ. ബഹുമാനപ്പെട്ട ചെയർ, അങ്ങയുടെ നിയോജക മണ്ഡലത്തിലുള്ള ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ച് ആയിട്ട് ഉയർത്തിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ സെൻ്ററിൽ ഈ ഒരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ അതുകൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച് അതിൻ്റെ ഭാഗമായി. ഇത് കൂടാതെ സാർ, രോഗികൾക്ക് ഇപ്പോൾ ക്യാൻസർ വരുമ്പോൾ അതൊരു ശാരീരികമായ അവസ്ഥ മാത്രമല്ലല്ലോ സാർ, ഇമോഷണൽ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ രോഗികൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അത് സമഗ്രതയിൽ തന്നെ ആണ് സർക്കാർ കാണുന്നത്. ഈ നിലയിലുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് നിലയിൽ MCC ആണ് സാർ അതിൽ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്.